കേട്ടിയോളെ നമസ്കാരം കേട്ടാ. ഓട്ടുക്കത്തെ മോട്ടിവേഷൻ വീഡിയോ അതാണ് ഇന്നത്തെ. ഈ കാണുന്ന ചെറിയ വീട്ടുമുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന വൻ കൃഷിത്തോട്ടം ആകെ കൂടെ 2 സെന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടാ. സ്ഥലം ഓസ്ട്രേലിയ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ വോളങ്കോ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. അപ്പം നോക്കണ്ട കാണണ്ട ഒരു കാഴ്ച തന്നെ. 10 മിനിറ്റ് മാറ്റി വയ്ക്കുക, നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഇതേപോലെ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കുന്ന ഉറപ്പാണ്. ജസ്റ്റ് ഒന്ന് പോയതാ. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കിളി പറന്നു പോയി. ഒന്നല്ല സ്റ്റേ, ഈ മലയാളിയുടെ കൃഷിയോടുള്ള മനസ്സുണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റൂ. ആ വീട്ടിലില്ലാത്ത സാധനങ്ങൾ നോക്കിയേ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും മനോഹരമായിട്ടാണ് ചെറിയ സ്പേസിനാൾ ഉപയോഗിച്ചിരിക്കുന്നത്. തക്കാളി നോക്കിയേ, ഒരു വാഴയൊക്കെ ഹൈറ്റ് ഉണ്ട്. ആ വെച്ചോക്കണ കമ്പന് അതിൻ്റെ മോള് വരെ തക്കാളി പടർന്ന് കയറി തൂങ്ങിക്കിടന്ന് മനോഹരമായിട്ട് കിടക്കണ കാഴ്ച ഉണ്ടല്ല, കൺകുളിർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. ചെറു തക്കാളിയാണ് കേട്ടാ, പക്ഷെ കിട് സഹായിച്ച നോക്കിയ ഇഞ്ചി, മഞ്ഞൾ, ഈ വക സാധനങ്ങളൊക്കെ ആ ചീര, ചേമ്പ് അങ്ങോട്ട് ചുമ്മാ നടക്കണ വഴിയിൽ നട്ടൊക്കെ ആ പച്ചക്കറി ഉണ്ടായി കിടക്കണം നോക്കിയേ, പയറൊക്കെ. ആഹാ, എന്തൊരു കാഴ്ചയെന്ന് നോക്കിയ അതിനകത്ത്. അതിൻ്റെ ഇടയ്ക്ക് സൺഫ്ലവർ കുഴിച്ചിടാൻ മറന്നിട്ടില്ല കേട്ടാ. അത് ആ ഗാർഡന് പ്രത്യേകിച്ചൊരു ഭംഗി വരിക. വാഴയൊക്കെ അങ്ങോട്ട് തല ഉയർന്ന് നിൽക്കണം നിൽപ്പം കണ്ടാ. ചീര പൂത്ത് നിൽക്കണം നോക്കിയേ, എന്നെ മനോഹരാന്ന് നോക്കിയത്. ആഹാ, പടവലം കണ്ട, പടവലം, കോവല്, കയ്പ്പയ്ക്ക, ഇതൊക്കെ അങ്ങോട്ട് പടർത്തി അങ്ങോട്ട് കയറ്റി വെക്കുക. ആ പടവലങ്ങയുടെ വലിപ്പം നോക്കിയേ. ഇത് രാസവളമൊന്നും ഉപയോഗിക്കുന്നില്ല ചേട്ടാ. സിമ്പിളായിട്ടാ ചേട്ടൻ മറ്റേ കുറച്ച് എരുമച്ചാണകമൊക്കെ മേടിച്ചിട്ട്, എരുമയല്ല ചേട്ടാ, നമ്മുടെ കുതിരച്ചാണകം, ആ പേരുണ്ടായി നിൽക്കണം നിപ്പ് നോക്കിയേ. നമ്മൾ വിചാരിച്ചതൊക്കെ പറ്റുന്നേ. അവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സുകളില്ല, എല്ലാ ചെറിയ സ്പേസിൻ്റെ ഉള്ളിൽ ചേട്ടൻ നട്ടുണ്ട്. കയ്പയ്ക്ക് ഉണ്ടായി കിടക്കണണ്ട. ആ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറി അവിടെ നിന്നാണ് പോണേ. ആ വീട്ടിൽ നിന്ന് മാത്രമല്ല, അടുത്തുള്ള എല്ലാ മലയാളികളുടെ വീട്ടിലേക്കും ആ ചേട്ടൻ കൊടുക്കണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതുണ്ടാക്കിയൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വലുതാ. ഇതേപോലെ അങ്ങോട്ട് വേലി കെട്ടി വെക്കുക ആ ചേട്ടൻ. നിറയെ അങ്ങോട്ട് വല കെട്ടിയിട്ട് അതും അങ്ങോട്ട് കയറ്റി വിട്ട് വെക്കുക. ആ പച്ചമുളക് നിൽക്കണ സീൻ കണ്ട, എന്ത് കൊലകൊലയായിട്ടുണ്ടായി നിൽക്കണേ. ഇതൊക്കെ നമുക്കും പറ്റൂട്ടാ. നമ്മൾ ഈ മടിയരായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സൺഫ്ലവറിൻ്റെ വലുപ്പം കണ്ട, എന്നെ പ്രത്യേകിച്ച് അങ്ങോട്ട് വളരെ ഉത്സാഹഭരിതമാക്കി തീർത്തു. അപ്പോൾ വെണ്ട, വഴുതിനങ്ങ, ഇതല്ല എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. ചെറുനാരങ്ങ ഉണ്ടായി നിൽക്കണ, ചെറിയതാ പക്ഷെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ആ പൂവിൻ്റെ വലുപ്പം അതെടുത്ത് പറയണം. പ്രത്യേകിച്ച് ആകാശത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ സൺഫ്ലവർ നിൽക്കണ കാണുമ്പോണ്ടല്ലോ, ആഹാ, അച്ചിങ്ങാന്നോ പയറെന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കുക. പക്ഷെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള സത്യം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് നേരിട്ട് കണ്ട എൻ്റെ മോട്ടിവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മുടെ സെൻറ്റുമല്ലി, ബന്ദി, ഇത് നമ്മുടെ ചോളം ഉണ്ടായി നിൽക്കണം നിൽപ്പ് കണ്ട നിങ്ങൾ. ഇതിനൊന്നും വലിയ സ്പേസ് ഒന്നും വേണ്ട കേട്ടാ. സ്ട്രോബെറി ഉണ്ടായി നിൽക്കണണ്ട, ചുമ്മാ നിലത്ത് കുഴിച്ചിട്ട് വെക്കാന്നേ, വലിയ ചട്ടിയും പരിപാടിയൊന്നും വേണ്ടാന്നേ. കോവല നോക്കിയേ, ചുമ്മാ കുറച്ച് വല ആ നമ്മുടെ ഫെൻസിനോട് ചേർന്ന് അങ്ങോട്ട് കുഴിച്ചിടുക. എന്നിട്ടൊരു നല്ലൊരു കോവലത്തിൻ്റെ ഒരു തണ്ട് വല്ല വീട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ കുഴിച്ച് വെറുതെ വെച്ചാൽ മതി, ചവറ് പോലെ ഉണ്ടായിക്കോളൂ ഈ സാധനം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു, വാടക വീട്ടിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്ന്. അത്യാവശ്യം പേര് കണ്ടു സാധനം. അത് നല്ല കിടുവായിരുന്നു. അത് ഞാൻ ചെയ്ത കേട്ടോ, ഓസ്ട്രേലിയ വന്ന് 2 മാസത്തിനുള്ളിൽ. പക്ഷേ ഇത് ഈ പുള്ളിക്കാരൻ ചെയ്ത് നോക്കണത് ഊട്ടുക്കത്തെ മോട്ടിവേഷനാണ്. കുറച്ച് സ്പേസ്, പക്ഷെ ഇത്ര അധികം സാധനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾ. അപ്പം വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമ്മുടെ ചാനലിൽ. വേപ്പ് നിൽക്കണണ്ട, വേപ്പിനെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് കാരണം ആധികാരമായി ഇനി വേപ്പിനെ പറ്റി ഞാൻ സംസാരിക്കണില്ലേ. അപ്പം ഈ സാധനങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷനായിട്ടുള്ള ഒത്തിരി വീഡിയോകളുമായി നമ്മൾ ഓസ്ട്രേലിയക്കാർക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം നല്ല മലയാളിയായിട്ട് ഇവിടെ അങ്ങോട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഓസ്ട്രേലിയൻ മല്ലുവിൻ്റെ ഒത്തിരി വീഡിയോകളാണ് നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ചാനൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങളും കൂടെ ഒന്ന് സഹകരിക്കുക.
ആഹാ, ഇതൊക്കെ കണ്ട എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടല്ലോ. അത്യാവശ്യം കുറച്ച് സ്പേസ് മതിയെന്നേ നമുക്കൊക്കെ ഉണ്ടാക്കാം. ഇവിടെ ഈ ബണ്ണിങ്സ് എന്ന് പറഞ്ഞ കടയുണ്ട്, എല്ലാം കിട്ടും. ചെടിയുടെ വിത്താവട്ടെ, അതുപോലെ തൈയാവട്ടെ, വളമാവട്ടെ, അതിൻ്റെ ഉപകരണങ്ങളാവട്ടെ ഒക്കെ നമുക്ക് അവിടെ നിന്ന് ചീപ്പ് വിലയ്ക്ക് കിട്ടും. അപ്പം ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാം, കൃഷി ചെയ്യാൻ പറ്റും. ഇതൊന്നും വലിയ തലയും ബ്രെയിനൊന്നും വേണ്ട. ഈ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇത്തിരി ആശ്വാസത്തിന് ഇതൊക്കെ നമ്മൾ ചെയ്താണ്ടല്ലോ, നമുക്കും കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഇത് കഴിച്ചോടെ, എന്തിട്ട് വില സാധനങ്ങൾക്ക്. ഇതിപ്പോൾ ഈ ചേട്ടന് പച്ചക്കറി വീട്ടിൽ മേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒക്കെ അതിനകത്തുണ്ട്. ഫലവൃക്ഷമായാലും എല്ലാം ഉണ്ടെന്ന്. ലിച്ചിയുണ്ട്, ആപ്പിളുണ്ട്, അതുപോലെ നാരങ്ങയുണ്ട്, ചാമ്പങ്ങയുണ്ട്, പേരയ്ക്കുണ്ട്, അങ്ങനെ വേണ്ട എല്ലാം ഉണ്ട്. അത് കണ്ടില്ലേ, കൈതച്ചക്ക, പൈനാപ്പിള്, ചേമ്പ് നിൽക്കണ നിൽപ്പുണ്ട. നാട്ടിൽ ഇതേപോലെ ഞാൻ കണ്ടിട്ടില്ല. തോട്ടിലൊക്കെ നിൽക്കണുണ്ട്. പക്ഷെ ഇത് ആ ചേമ്പല്ല കേട്ടോ, കഴിക്കാൻ പറ്റുന്ന കിടു സാധനം. ചേമ്പുന്നാളൊക്കെ ഇട്ട് അവിടെ ഇത്തിരി മോരൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു. നേരം കിട്ടിയില്ല. ഇനി പോകുമ്പോൾ ആവട്ടെ. പ്ലാവുമ്പോൾ ചക്കടക്കണ കിടപ്പ് കണ്ടാ നിങ്ങൾ, തൂങ്ങിക്കിടക്കണ കിടപ്പ് കാണണ്ട കാഴ്ച കേട്ടോ. അത് അത്യാവശ്യം ചെടിയൊക്കെ ഉണ്ട്. ഭംഗിയായിട്ട് തന്നെയാണ് ആ വീടാൾ ചെയ്തിരിക്കുന്നത്. ലിച്ചിമര കേട്ടോ, സീസൺ കഴിഞ്ഞു, അത് കാരണം ഇങ്ങനെ നിൽക്കണേ. ഇതേപോലെ അങ്ങോട്ട് കിട്ടണ വലയൊക്കെ പ്ലാസ്റ്റിക് വലയൊക്കെ മേടിച്ച് വെട്ടുക. വാഴയൊക്കെ എന്താ പറയുക കുലച്ച് നിൽക്കണ കണ്ട. ആ വാഴ കണ്ടറിയാം ആ ചേട്ടൻ്റെ എന്താ പറയുക കഴിവ്. അതിൻ്റെ ഇലയൊക്കെ വെട്ടി ഇത് വൃത്തിയാക്കി മനോഹരമായിട്ട് കീപ്പ് ചെയ്ത് നോക്കണ കണ്ട. കുതിരയുടെ ചാണകമാണ് ചേട്ടൻ ഇതിന് മേടിച്ചിടണേ. എന്നിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ നനയ്ക്കുന്നുണ്ട്. എന്താ പറയുക, നന്നായി പരിപാലിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ എല്ലാ ദിവസവും അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നാൽ മതി. ഈ സാധനമൊക്കെ ഭംഗിയായിട്ട് വളർന്നു വന്നോളും. അതിന് തന്നെ തോന്നിയാൽ മതി നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ഇതൊന്നും ഒത്തിരി സമയം ചിലവഴിച്ചിട്ടുള്ള പരിപാടിയല്ല കേട്ടോ. ഈ ഡ്യൂട്ടിക്കിടയിൽ അത് കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം മാറ്റി വെച്ച് മനോഹരമായിട്ട് ആളിത്രയും ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം വീടിൻ്റെ 4 ചുറ്റുപാടും ഇതേപോലെ ചേമ്പ് അങ്ങോട്ട് കുഴിച്ചിട്ട് വെക്കുക, തട്ടുപോലെ ലെയർ അടിച്ചിട്ട്. അതിനകത്തും കുറേ ചെടികളും വാഴകളൊക്കെ ആൾ നടാൻ മറന്നു പോയിട്ടില്ല. അപ്പം നമ്മുടെ കുട്ടിക്കാലം ഓർത്തു പോയി ഞാൻ. അവൻ ചേമ്പിൻ്റെ താളിലുള്ള വെള്ളം എടുത്തിട്ട് മഴ പെയ്തു, അപ്പം നിറയെ വെള്ളം കിടക്കുന്നുണ്ട്. അപ്പം നാട്ടിൽ നമ്മൾ ഇതേപോലെ കുട്ടിക്കാലത്ത് ഒത്തിരി കളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് തവളപ്പൊട്ടിനെയൊക്കെ പിടിച്ചിടും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടും. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഒരു ഓർമ്മയായി. ഇത് ഓസ്ട്രേലിയ വന്നിട്ടുള്ള എൻ്റെ കീട് അനുഭവമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ചുമ്മാ വിസിറ്റ് ചെയ്യാൻ വേണ്ടി സിഡ്നി വരെ പോയതാണ്. അപ്പം ഈ ഒരു ഫ്രണ്ട് UK നിന്ന് മാറിയതാണ്. അപ്പോൾ ആളുടെ വീട്ടിലേക്ക് പോയപ്പോൾ ആളുടെ വീട്ടിലെ മലയാളി ഉടമസ്ഥൻ പുള്ളി ചെയ്തിട്ടുള്ള ഒരു ഹാർഡ് വർക്കാണ് ഈ കാണുന്നത്. അതിന് നമ്മൾ എന്താ പറയുക, അഭിനന്ദിച്ചേ പറ്റൂ. അതിനേക്കാൾ കൂടുതൽ നമ്മൾ മോട്ടിവേഷൻ എടുത്തേ പറ്റൂ. നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. അതുതന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മലയാളി കിടുവാന്ന്. അപ്പം ഞാൻ പറയാത്ത ഒത്തിരി ഫലവൃക്ഷങ്ങളുടെയും ചെടിയുടെ ഒക്കെ പേര് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒത്തിരി വോയിസ് ഇട്ട് ഞാൻ നിങ്ങളെ എന്താ പറയുക ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ ഇത് കിട് മോട്ടിവേഷനായിപ്പോയി. അപ്പം ഇത് നമ്മുടെ ചെറി പേരാട്ടാ, സ്ട്രോബെറി പേരാന്നൊക്കെ പറയില്ലേ. അപ്പം ഇതൊക്കെ എന്താ പറയുക റെഡിക്ക് നല്ലൊരു മോട്ടിവേഷൻ തന്നെയാണ്. ഒത്തിരി സ്ഥലമൊന്നും വേണ്ടാന്നേ, ഉള്ള സ്ഥലം മതി. ഒന്ന് അനങ്ങി ഒന്ന് ചെയ്ത് നോക്കിയേ. ആ മുരിങ്ങ കണ്ട എന്ത് മനോഹരമായിട്ടാണ് നിൽക്കണേ പൂട്ട്. ഇതൊന്നും വലിയ മരമൊന്നുമല്ല, മാതളം നിൽക്കണ കണ്ട. എൻ്റെ പകുതി പോലും ഇല്ല ഈ മരം, പക്ഷെ ഇഷ്ടംമാതിരി അതിനകത്ത് നിൽക്കണേ. മാവ് പക്ഷെ മാവ് കാച്ചിട്ടില്ല. ഒരു വർഷം കൂടി കഴിയുമ്പോഴേക്ക് സെറ്റാവും. ഒരു മാവ് നല്ല കേട്ടോ, 1-2 വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ അതിനകത്ത്. ഒത്തിരി ഫ്ലവേഴ്സും മനോഹരമായിട്ട്. ബീട്രൂട്ട് നിൽക്കണം നിപ്പ് കണ്ട, ലെയറായിട്ട് അങ്ങനെ വെച്ച് നോക്കുക. കാണുമ്പോൾ തന്നെ കൊതിയേട്ടത്. ഓ, ആ ചേട്ടനെ സമ്മതിക്കണം. അപ്പം നമുക്കിതേപോലെ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ നമ്മുടെ വാടക വീട്ടിൽ 2 മാസം കൊണ്ട് വളർത്തിയെടുത്ത ഒരു കൃഷി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഒത്തിരി സമയമോ അല്ലെങ്കിൽ ഒത്തിരി കഴിവുകളൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ ആ ഒരു പൂർണ്ണ എന്താ പറയുക ഒരു സാന്നിധ്യം, അതേപോലെ നന്നായി പ്ലാൻ ചെയ്ത് അങ്ങോട്ട് വെക്കുക. ഈ കുറഞ്ഞ സ്പേസിൻ്റെ ഉള്ളിൽ പുള്ളിക്കാരെ ഇത്ര അധികം ഉണ്ടാക്കാൻ പറ്റിങ്ങ അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ. അമരക്കായ നിൽക്കണണ്ട ഒത്തിരി സാധനങ്ങളുണ്ടെന്നേ. മൊത്തം വീഡിയോ എടുത്താൽ തീരൊന്നുമില്ല, കുറേ സമയം വേണം. അതുകൊണ്ട് ഞാൻ അവിടെ കട്ട് ഷോട്ട് ചെയ്യാം. അപ്പം നാട്ടിലെ സെൻറ്റുമല്ലി ഒക്കെ താഴെ കുഴിച്ചിട്ട് വെക്കുക, ചുമ്മാ കുഴിച്ചിട്ട് വെക്കുക.
അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഒടുക്കത്തെ മോട്ടിവേഷനായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം.